ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പിടിയിലാണ്. പ്രകൃതി ദുരന്തങ്ങളും പിടിമുറുക്കുന്നു. അതിനിടയിൽ അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. ജപ്പാൻ സർക്കാരിൻ്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വമ്പൻ ഭൂകമ്പ മുന്നറിയിപ്പാണ് ജപ്പാൻ പ്രവചിക്കുന്നത്. ജപ്പാൻ സ്ഥിതി ചെയ്യുന്ന നാൻകായി ഭൗമമേഖലയിൽ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഭൂകമ്പം സുനാമികളുടെ പരമ്പര തന്നെ ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 9 വരെ തീവ്രത വരുന്ന അതിശക്തമായ ഭൂകമ്പ സാധ്യതയാണ് ജപ്പാൻ പ്രവചിക്കുന്നത്. ഭൂകമ്പത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. 3 ലക്ഷം ആളുകളെങ്കിലും മരിക്കും. കെട്ടിടങ്ങൾ തകർന്നടിയും. $1.81 ട്രില്യൺ നാശനഷ്ടം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെറുതെ മുന്നറിയിപ്പ് നൽകുകയല്ല ജപ്പാൻ. ഈ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത 80% റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നൻകായി ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിലാണ് ജപ്പാൻ ഭൂകമ്പ സാധ്യത പ്രവചിക്കുന്നത്. ജപ്പാന്റെ വടക്കു പടിഞ്ഞാറ് പസഫിക് തീരത്ത് 900 കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായി ട്രഫ് സ്ഥിതി ചെയ്യുന്നത്. 9 അതിലധികമോ തീവ്രതയുള്ള ഭൂകമ്പങ്ങളാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂകമ്പങ്ങൾ. ഇത്രയും തീവ്രതയിൽ ഭൂകമ്പം അനുഭവപ്പെട്ടാൽ 10 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. അതായത് ജപ്പാനിലെ ജനസംഖ്യയുടെ 10% ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്നർത്ഥം. അതിനു പുറമെയാണ് ഭൂകമ്പത്തിന്റെ ആഘാതം സൃഷ്ടിക്കുന്ന സുനാമി ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ. 2013 ജപ്പാൻ സർക്കാരിന്റെ ദുരന്ത നിവാരണ വകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാൻകായി ട്രഫിൽ 9 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ 33 അടി ഉയരത്തിൽ സുനാമി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജപ്പാന്റെ പസഫിക് തീരത്തെ സുനാമി വിഴുങ്ങും. 3,23,000 മരണങ്ങൾ സംഭവിക്കും. 2 ദശലക്ഷം കെട്ടിടങ്ങൾ തകരും. 220 ട്രില്യൺ യെൻ വരെ നാശനഷ്ടമുണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ നാടാണ് ജപ്പാൻ. ഭൂകമ്പങ്ങളും സുനാമികളും രാജ്യത്ത് നിരന്തരം അനുഭവപ്പെടുന്നു. സുനാമി എന്ന പേര് പോലും ജാപ്പനീസ് വാക്കാണ്. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശമാണിവിടം. ലോകത്തെ ഭൂകമ്പങ്ങളുടെ 18% ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണ് സംഭവിക്കുന്നത്. ജപ്പാനിൽ എല്ലാ വർഷവും ചെറുതും വലുതുമായി ഏകദേശം 1500 ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓരോ 5 മിനിറ്റിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭൗമചലനങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ 400-ലധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയും ജപ്പാനിലൂടെയും കടന്നു പോകുന്നുണ്ട്. 1944-ലും 1946-ലും ജപ്പാനിൽ ഇരട്ട ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2022 അടുത്ത 30 വർഷത്തിനുള്ളിൽ ജപ്പാനിൽ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടാകാൻ 70 മുതൽ 80% വരെ സാധ്യതയുണ്ടെന്ന് ജപ്പാനിലെ ഭൂകമ്പ ഗവേഷണ സമിതി പ്രവചിച്ചു. 2024 ഓഗസ്റ്റ് 8 ദക്ഷിണ ജപ്പാനിൽ 7.1 തീവ്രതയുള്ള ഭൂകമ്പം അനുഭവപ്പെട്ടു. പിന്നാലെ രാജ്യത്ത് മെഗാ ഭൂകമ്പം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. 9 തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നായിരുന്നു പ്രവചനം. 2011 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനെ പിടിച്ചുകുലുക്കി. പിന്നാലെ ശക്തമായ സുനാമി ജപ്പാനെ ബാധിച്ചു. സുനാമിയിൽ ഫുകുഷിമ ആണവ നിലയത്തിലെ ട്രിപ്പിൾ റിയാക്ടർ ഉരുകി. 15,000-ലധികം ആളുകളാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്.